ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കാണാൻ പോകുന്നത് ബൊറുട്ടോ നാരുട്ടോ നെക്സ്റ്റ് ജനറേഷനിലെ ബ്ലൂ വോർട്ടെക്സ് എന്ന നമ്മളുടെ മാങ്ക സീരീസിൻ്റെ എപ്പിസോഡ് 6 ആണ്. എപ്പിസോഡ് 6 അഥവാ ചാപ്റ്റർ 6. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ചാപ്റ്ററിലേക്ക് പോയാലോ? യെസ്, നല്ലൊരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കുന്നത് നമ്മുടെ ബൊറുട്ടോ നല്ല രീതിയിൽ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോഴത്തേക്കും നമുക്കറിയാം നമ്മുടെ ബൊറുട്ടോ സാസ്കിയുടെ കൂടെ ആയിരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും മാസ്റ്റർ സാസ്കി തന്നെയാണ് ബൊറുട്ടോ എപ്പോഴത്തേയും പോലെ. അങ്ങനെ നമ്മുടെ സാസ്കിയുടെ കോട്ട കേട്ട് സാസ്കിയുടെ സോടൊക്കെ പിടിച്ച് ബൊറുട്ടോ തന്നെയാണ് അങ്ങനെ ട്രെയിനിങ് എടുക്കുകയാണ്. അവൻ നല്ല ഷാർപ്പായിട്ട് തന്നെയാണ് എല്ലാ അവിടെ ഇരിക്കുന്ന താടി കഷ്ണങ്ങളും സ്ലൈസ് ചെയ്യുന്നത്. അത്രയും സൂപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് ആണ് സാസ്കി ഇപ്പോൾ ബൊറുട്ടോയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ബൊറുട്ടോ പെട്ടെന്ന് പഠിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഇവരുടെ പോയിട്ട്. എന്നിട്ട് ബൊറുട്ടോ ഇത് നന്നായിട്ട് തന്നെ ട്രെയിനിങ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ അതിനൊരു മടിയും ബൊറുട്ടോ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സാസ്കി വന്നിട്ട് ബൊറുട്ടോയോട് പറയാണ് ഇനി കുറച്ച് നേരം വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാമെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ ബൊറുട്ടോ പറയണം ഇനി കുറച്ച് റെസ്റ്റ് ആവാന്ന്. അപ്പോൾ സാസ്കി പറയണം ഇന്ന് ഇവിടെ വരെ മതി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് സാസ്കി പോവാണ്. അപ്പോഴത്തേക്കും ബൊറുട്ടോ പറയുന്നത് സാരല്ല, കുറച്ച് നേരം റെസ്റ്റ് അല്ലേ, അതല്ലേ പറഞ്ഞേ, ഞാനും വരാമെന്ന് പറഞ്ഞിട്ട് സാസ്കിയുടെ പുറകെ തന്നെ ബൊറുട്ടോ വെച്ച് പഠിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ബൊറുട്ടോ അവിടെ ചെന്നിരിക്കുമ്പോൾ സാസ്കി ചോദിക്കുകയാണ് എന്താണ് മാസ്റ്റർ, എങ്ങനെയുണ്ട് എൻ്റെ ഉച്ചയാ സ്റ്റൈൽ, എങ്ങനെയുണ്ട്, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്, ഞാൻ ഇതിൽ മാസ്റ്റർ ആയെന്ന് വിചാരിക്കുന്നു, ഞാൻ ഇനി ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് പഠിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സാസ്കി പറയണം ലൈക്ക് ഞാൻ എന്താ നിന്നോട് ഇപ്പോൾ പറയേണ്ടത്, കാരണം എന്താണെന്ന് വെച്ചാൽ നിന്നെ ഞാൻ പഠിപ്പിക്കാവുന്നതിൻ്റെ പരമാവധി നന്നായിട്ട് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ബൊറുട്ടോ പറയാണ് അതെന്താ അങ്ങനെ പറഞ്ഞത്, കാരണം ഇതുവരെ മാസ്റ്റർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ സാസ്കിക്ക് ഇപ്പോഴും ബൊറുട്ടോ ആയിട്ട് എങ്ങനെ ക്ലോസ് ആവണോ അത് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. സാറാടെ പറഞ്ഞ വിശ്വാസത്തിലാണ് സാസ്കി നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് സാസ്കിക്ക്. അപ്പോഴത്തേക്കും നമ്മളുടെ സാസ്കി പറയാണ് നീ പഠിക്കേണ്ടത് എല്ലാം തന്നെ പഠിച്ചു എന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ ബൊറുട്ടോ പറയാണ് എന്ത് നിങ്ങൾ തമാശ പറയാനല്ലേ, എന്ത് നല്ല തമാശ, മാസ്റ്റർ ഇത്രയും നന്നായിട്ട് തമാശ പറയുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. അപ്പോൾ സാസ്കി ചോദിക്കുകയാണ് നിനക്ക് എന്നെ കണ്ടിട്ട് തമാശ ഞാൻ പറഞ്ഞതായിട്ട് തോന്നിയോന്ന്. അപ്പോഴത്തേക്കും ബൊറുട്ടോ പറയണം അത് പിന്നെ എനിക്ക് തോന്നിയില്ല, പിന്നെ എന്തിനാ നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ സാസ്കി പറയണം ഞാൻ പറഞ്ഞത് സത്യമാണ്, നീ ഇവിടെ ഈ ഒരു സമയം കൊണ്ട് തന്നെ ഉച്ചഹാ സ്റ്റൈലിൽ എനിക്ക് അറിയാവുന്ന എല്ലാ സ്റ്റൈലും ഞാൻ അതിനെ പഠിപ്പിച്ചിരുന്നു. ഇനി എനിക്ക് പ്രത്യേകിച്ച് നിനക്കൊന്നും പഠിപ്പിക്കാനില്ല, നീ അതിൽ കൂടുതൽ എക്സ്പേർട്ട് ആവുക, പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക, എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ബൗണ്ടറി കടന്ന് നീ പോയി ചെയ്യുക, അതാണ് നിനക്ക് പറ്റുന്നതെന്ന്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഷോക്കിംഗ് ആയിട്ടുണ്ടല്ലേ. അപ്പോൾ ബൊറുട്ടോ പറയണം എങ്ങനെ അതൊന്നും മാസ്റ്റർ അങ്ങനെ ഇപ്പം നമ്മൾ കുറച്ച് നാളല്ലേ ആയുള്ളൂ വന്നിട്ട്, അതിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ചല്ലേ നമ്മൾ പഠിച്ചോളൂ. അപ്പോൾ നമ്മുടെ സാസ്കി പറയണം നീ ശരിക്കും ഭയങ്കര ജീനിയസ് ആണ്, ഒരു കണക്കിന് പറഞ്ഞാൽ എൻ്റെ നാരുട്ടോനെ എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് ഒരു പക്ഷേ ഞാൻ നിന്നെ വിശ്വസിക്കുന്നുണ്ട് എന്ന് തന്നെ ഞാൻ പറയും. കാരണം നിന്റെ കണ്ണ് കാണാൻ നാരുട്ടോനെ പോലെ തന്നെയുണ്ട്, അത്രയ്ക്കും എനിക്ക് ഒരു വ്യത്യാസം തോന്നുന്നില്ല നിങ്ങൾ തമ്മിൽ. ഇത് നീ പഠിച്ചെടുത്ത വേഗവും നാരുട്ടോട് ആദ്യം വാശിയാണ് നിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. നാരുട്ടോട് ആ ഒരു ഇത് എനിക്ക് നിന്നെ തോന്നുന്നുണ്ട്. നിന്റെ മുഖവും കണ്ണും ഒക്കെയും സംസാരവും ആ സ്റ്റൈലും വാശിയും ഒക്കെയും നാരുട്ടോനെ പോലെ തന്നെ ഉണ്ട്. അതുകൊണ്ടായിരിക്കണം നീ ഇത്ര വേഗം ഒന്നും പഠിച്ചെടുത്തത്. നിനക്ക് ചിലപ്പോൾ ചുരുങ്ങിയ സമയമായിരിക്കാം, പക്ഷേ ഇതൊക്കെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച കാര്യമാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാസ്കി അവിടെ നിന്ന് പോവാണ്. സാസ്കി ചോദിക്കുകയാണ് നീ ഒരെണ്ണം പഠിക്കുമ്പോൾ മറ്റൊന്ന് മറന്നു പോകുന്നു എന്നൊരു പ്രശ്നമൊന്നും നിനക്കില്ലല്ലോ, എല്ലാം നിന്റെ മനസ്സിൽ കൃത്യമായിട്ട് അതുപോലെ തന്നെ ഇല്ലേ, ഒന്നും നിനക്ക് ഇനി പറഞ്ഞു തരാൻ എൻ്റെ അടുത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിന്നോട് ചോദിക്കുന്നത്. നീ സാധാരണയായിട്ട് ഒരു ജീനിയസ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നാരുട്ടോയുടെ മോനാണ് നീ എന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് തുറന്ന് പറയാതെ സാസ്കി തന്നെയാണ് പറയുന്നത്. കാരണം നിന്നെ കാണാൻ നാരുട്ടോയുടെ പോലെയാണ്, നിന്റെ ആ ഒരു പ്രവർത്തികളൊക്കെ നാരുട്ടോ പോലെയാണ്. നാരുട്ടോ ഒരു ക്വിക്ക് ലേണർ ആണല്ലേ, നാരുട്ടോ റസംഗം പഠിച്ചത് എത്ര പെട്ടെന്നാണ്, ചെറിയ കാലം എളുപ്പത്തിൽ, അതുപോലെ തന്നെ സേജ് മോഡ് എത്ര നന്നായിട്ടാണ് നാരുട്ടോ സ്പീഡിൽ പഠിച്ചത്. അപ്പോൾ അതേപോലെ നമ്മുടെ സാസ്കിയുടെ അടുത്ത് ഉള്ള ഉജാ ടെക്നിക്കും നമ്മുടെ ബൊറുട്ടോ പഠിച്ചിരിക്കുകയാണ്. ഇനി ബൊറുട്ടോ എന്ത് കലക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഇത് വെച്ചിട്ട് നിനക്കുള്ള എല്ലാ ട്രെയിനിങ്ങും ഞാൻ നിനക്ക് തരാണ്. നിന്റെ കാര്യങ്ങൾ ബാക്കിയെല്ലാം നിന്നെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. നീ ഇനി മുമ്പോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു, എന്ത് തീരുമാനിക്കുന്നു, അതനുസരിച്ച് നിന്റെ കാര്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും. നിന്റെ കഴിവും നിന്റെ ടാലന്റും നിന്റെ ശക്തിയും ഒക്കെ നിന്റെ കയ്യിലാണ്. ദിവസം ട്രെയിനിങ് എടുക്കാൻ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും, പക്ഷേ എനിക്കിനി പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു തരാനില്ല. പിന്നെ നിന്നോട് എനിക്ക് അത്രയധികം വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാവുന്നതല്ല ഞാൻ പറഞ്ഞു തന്നു. കാരണം നീ ഈ ലോകത്തിന് എന്തെങ്കിലും ഒരു വ്യത്യാസം കൊണ്ടുവരും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ എന്തൊക്കെയോ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല നീ ആരാ, എന്താ കൃത്യമായിട്ട് നിന്റെ ഐഡന്റിറ്റി എന്താണെന്ന്. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി, കാരണം അതിപ്പോൾ ഒരു വലിയ പ്രാധാന്യമുള്ള കാര്യമല്ല. സാറാടെ എന്നോട് പറഞ്ഞു നിന്നെ രക്ഷിക്കാൻ. അവൾ അങ്ങനെ ചുമ്മാ ഒന്നും പറയത്തില്ല. എനിക്ക് തോന്നി എന്തായത് സാറാടെ ചുമ്മാ ഒരു കാര്യം പറയത്തില്ല, അവൾ അത്രയധികം ഫീൽ ചെയ്ത് പറഞ്ഞു എന്നോട്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇത്രയും അധികം വളർത്തിക്കൊണ്ട് വന്നത്. ബൊറുട്ടോ നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നീ റെസ്പോൺസിബിൾ ആയിരിക്കണം. എന്തുകൊണ്ടാണ് എൻ്റെ ഫീലിങ്സ് അങ്ങനെ തോന്നിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തോ ഒരു കാര്യം നടക്കാൻ പോവാണ്, അതും സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് സാസ്കി പറഞ്ഞു. അതിനുശേഷം കുറേ മാസങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. കോഡ് കണ്ണ് പൊത്തിയിട്ട് കാര്യമാണ് നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല ഒന്ന്. അപ്പോഴത്തേക്കും സാസ്കി പറയാണ് എന്നാ ബൊറുട്ടോ എത്രയും പെട്ടെന്ന് നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണം, നീ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓടി രക്ഷപ്പെടും ബൊറുട്ടോ. അപ്പോൾ കോഡ് പറയാണ് സാസ്കി നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല, നിന്റെ കണ്ണാണ്, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല, നിങ്ങളെ രണ്ടുപേരെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ബൊറുട്ടോ പറയണം മാസ്റ്റർ നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുമോ, എനിക്കിപ്പോൾ എങ്ങനെ നിങ്ങളെ വിട്ടിട്ട് പോകാൻ തോന്നുക, ഞാൻ നിങ്ങൾ എന്താണ് പറയുന്നത് മാസ്റ്റർ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സാസ്കി പറയാണ് സാസ്കി ഞാൻ നിന്റെ മാസ്റ്ററാണ്, നീ ഞാൻ പറയുന്നത് വേണം കേൾക്കാൻ, ഇത് കേൾക്ക്, നീ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഓടിപ്പോ, എനിക്ക് ഇവരെ ഒറ്റയ്ക്ക് നേരിടണം, അതെൻ്റെ ആഗ്രഹമാണ്, ബൊറുട്ടോ പോ എന്ന് പറയാണ്. അത് നമ്മളെ പുലിമുരുകനി പോ എന്ന് പറയുന്ന പോലെ നമ്മളെ ബൊറുട്ടോനെ സേഫ് ആയിട്ട് നിർത്തിയിട്ട് പോവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സാസ്കി അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കോഡ് പറയാണ് നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല സാസ്കി, ഇപ്പോൾ നീ രക്ഷപ്പെടും ബൊറുട്ടോ, പക്ഷേ നിന്നെ
പിന്നെ ഞാൻ സാസ്കി പറയുന്നുണ്ട്, ഇവിടെ ഒരാൾ ഉണ്ടായേ പറ്റൂ. നീ ഇതിൽ ആര് ജയിക്കും തോക്കും, ആര് ജീവിക്കും എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. നീ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റും. ഇവിടെ എന്തായാലും ഒരാൾ വേണം. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഞാനിവിടെ നിന്നേ പറ്റത്തുള്ളൂ. ഇതിൽ ഒരാൾ പോലും ജീവനോടെ വരാതെ ഞാൻ നോക്കിക്കോളാം. പിന്നെ ബൊറൂട്ടോ സറാഡേനെ നിന്ന് നോക്കണം എന്ന് നമ്മളുടെ സാസ്കി പറയാണ്. സാസ്കി ലൈറ്റ്നിങ്ങിന്റെ മിന്നൽ വേഗത്തിൽ അങ്ങനെ പാഞ്ഞ് കോഡിന്റെ അതിന്റെ ഇടയിലേക്ക് കയറാണ്. മാസ്റ്റർ എന്ന് നമ്മളുടെ ബൊറൂട്ടോ വിളിക്കുന്നുണ്ട്. അതൊന്നും കേൾക്കാതെ നമ്മുടെ സാസ്കി എന്ത് ചെയ്യാണ്, ഓടി പോവാണ്. കുറേ സമയങ്ങൾക്ക് ശേഷം ബൊറൂട്ടോ വന്ന് നോക്കുമ്പോൾ അവിടെയുള്ള എല്ലാ കോഡിന്റെ ആ ഒരു സാധനങ്ങളിലെ ജീവൻ അതിനെല്ലാത്തിനും നമ്മളുടെ സാസ്കി കൊന്നു കഴിഞ്ഞു. പക്ഷെ അതിൽ ഏതോ ഒരെണ്ണം നമ്മളുടെ സാസ്കിനെ കഴിച്ചു ഡിവൈൻട്രി ആയിട്ടുണ്ട്. അങ്ങനെയാണ് സാസ്കി ഡിവൈൻട്രി ആയത്. സാസ്കി മാസ്റ്റർ, നിങ്ങളെ ഞാൻ എങ്ങനെ വിട്ടുകൊടുക്കും? ഒരിക്കലും ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ഇവിടെ മുതൽ ബൊറൂട്ടോ ഉസ്മാക്കിയാവാണ്. ഇനി നിങ്ങളുടെ ജീവൻ ഞാൻ രക്ഷിച്ചിരിക്കും. അതിന് ഏതറ്റം വരെയും ഞാൻ പോകും. ഞാൻ ബൊറൂട്ടോ ഉസ്മാക്കി എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ സാസ്കിയുടെ സോഡും എടുത്ത് സാസ്കിനെ രക്ഷിച്ചേ പറ്റൂ എന്ന വാശിയിൽ നമ്മളുടെ ബൊറൂട്ടോ ഇറങ്ങുമായിരുന്നു. അതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന സാസ്കി മരത്തി വരെ എത്തിയ കഥ. അപ്പോൾ നമ്മളുടെ ബൊറൂട്ടോയെ കാണാൻ നമ്മുടെ സാസ്കിന്റെ മാതിരി തന്നെ അല്ലേ? അതെ, അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ബൊറൂട്ടോ ഭയങ്കര കറേജിയസ് ആയിട്ട് ഇറങ്ങി വരികയാണ്. അതേസമയം നമ്മളുടെ വില്ലേജിൽ കാണിക്കുകയാണ്, വില്ലേജിലെ മോഗിനെ നമ്മളെ ഡിവൈൻട്രിയിൽ പിടിച്ചിട്ടുണ്ട്. അതോടെ നമ്മുടെ കൊനോഹമാർ മൊത്തത്തിൽ തകർന്നു പോവാണ്. മോഗി, നീ എങ്ങനെ ഇതിനകത്തായി എന്ന രീതിയിൽ കൊനോഹമാർ ഓടി വന്ന് ചോദിക്കുകയാണ്. അവർ ഒരു കൊച്ചിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് കയറിയതാ. പക്ഷേ ആ കൊച്ചിനെയും അമ്മേനെയും രക്ഷിക്കാൻ അവർക്ക് ആയെങ്കിലും അവരെ രക്ഷിക്കാൻ അവർക്ക് ആയില്ല എന്ന് ഇനോഷിക ചോ പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ കൊനോഹമാർ പറയണം, നിങ്ങളോ ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ അത് നടന്നിരുന്നു. മോഗി ഇതുവരെ മരിച്ചിട്ടില്ല, അവൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ അവളെ രക്ഷിക്കാനായിട്ട്. അവൾ എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇവിടെ കൊനോഹമാർ പറയുന്നുണ്ട്. നമ്മുടെ കോഡിനെ ഒരിക്കലും ക്ഷമിക്കാൻ പോകുന്നില്ല എന്ന് ചോദിച്ചു പറയാണ്. ഇനോജൻ പറയാണ്, ഇത് ഒരിക്കലും ഒരു തുടക്കമല്ല, ഇതൊരു അവസാനമല്ല, ഇത് അയാൾ വെച്ച വെല്ലുവിളിയാണ് എന്ന രീതിയിൽ എല്ലാവരും അതേപോലെ വാശിയിൽ നിൽക്കുകയാണ് കോഡിന്റെ നേരെ. കാരണം അവൻ ഈ ചെയ്തു വെച്ചത് കാരണം പാവപ്പെട്ട ആൾക്കാരാണ് ഇതിന്റെ ഇടയിൽ പെട്ടുപോയിരിക്കുന്നത്. ആൾക്കാരുടെ ദേഹത്ത് ചക്ര എടുക്കാൻ ഏത് തരം പരിപാടിയും കാണിക്കാനും അവൻ റെഡിയാണ്. അതേസമയം മത്സൂരി എന്ന് പറയുന്ന ഒരു പെണ്ണെ കാണിക്കാണ്. അതാണ് യഥാർത്ഥത്തിൽ മോഗി. ലൈക്ക് അവളുടെ ചക്ര വെച്ചിട്ടുണ്ടായ പെണ്ണാണ് ഇവള്. അവൾ പറയാണ്, ഈ നോഷിക്കോ മര കാണുമ്പോൾ അങ്ങ് കഴിച്ചു വന്നാലെന്ന് തോന്നുന്നത്. ഒരു കൊനഹമാറോ അവനാണ് ആദ്യം കഴിക്കേണ്ടത്. എനിക്കെന്താ അങ്ങനെ തോന്നുന്നത്? നോച്ചൻ ചിക്കനായി ചോദിച്ചോ, മൂന്നിന് ഞാൻ ഒരു വഴിയാക്കും. എൻ്റെ ദേഷ്യം എനിക്ക് അങ്ങനെ കെട്ടിപ്പിടിക്കാനൊന്നും പറ്റുന്നില്ല. ഇത് ഭയങ്കരമായിട്ട് എനിക്ക് അവരെ തിന്നാനായിട്ട് തോന്നുന്നതാണ്. എന്തൊരു ദേഷ്യം എനിക്ക് വരികയാണ് എന്ന് പറയാണ്. മത്സൂരി, നീ പറയുന്നത് ശരിയാണ് എന്ന് അവിടെ നിൽക്കുന്ന മറ്റൊരുത്തം പറയാണ്. അവൻ പറയണം, നിന്റെ ഫീലിംഗ് അതേപോലെ എനിക്കും തോന്നുന്നുണ്ട്. ബയോളജിക്കലി ചിലപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്നതായിരിക്കാം. എന്തായാലും ഈ ഒരു സെൻസിറ്റിവിറ്റി നമ്മളെ സഹായിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഉള്ളിലുള്ളത് എന്ത് അതുകൂടെ നമ്മൾ സാധിക്കാനായിട്ട് ശ്രമിക്കണം. എൻ്റെ ഉള്ളിലും ഇങ്ങനെ പല ഫീലിങ്സ് തോന്നുന്നുണ്ട് എന്ന് പറയണം. അവൾ വല്ലാണ്ട് ഇവനെ നോക്കുകയാണ്. അപ്പോൾ പറയാണ്, നമ്മൾ ഓരോരുത്തരും പല രീതിയിൽ യൂണീക്കാണ്. നമുക്ക് പല സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉണ്ട്, പല തീരുമാനങ്ങളുണ്ട്. എനിക്ക് ബൊറൂട്ടോനെയും കവാക്കിനെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നതാണ്. അതുപോലെ തന്നെ അവരെ കഴിച്ചാൽ ഒട്ടോട്സുക്കി എവല്യൂഷൻ ആണ്, നമുക്കൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. അത് ശരിയാണ്. പക്ഷേ എനിക്ക് മറ്റെന്തോ ഒരു കാര്യം കൂടെ തോന്നുകയാണ്. എനിക്ക് മറ്റൊരാളെ കൂടെ കഴിക്കണം. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആ ഒരു കിളവനുണ്ടല്ലോ, അയാൾ ചോദിക്കുകയാണ്, ആരെയാണ് നിങ്ങൾക്ക് കഴിക്കേണ്ടതെന്ന്. അപ്പോഴത്തേക്കും അവൻ പറയാണ്, എനിക്ക് ഡയറക്റ്റാ ഉസ്മാക്കിനെ കഴിക്കണം, എനിക്ക് അങ്ങനെ തോന്നുന്നു എന്ന്. അവനൊന്നല്ല, അവിടെ നിൽക്കുന്ന ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം നാറൂട്ടോ ഓട്ടോട്സുക്കി അല്ല, നാറൂട്ടോനെ കഴിച്ചു എന്ന് വെച്ചിട്ട് ഇവനെ വല്യൂഷൻ നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ പിന്നെ എന്തിനാണ് നാറൂട്ടോനെ കഴിക്കുന്നേ എന്ന് അവിടെ നിൽക്കുന്ന കളവൻ ചോദിക്കുമ്പോൾ, മറ്റേ നമ്മുടെ കോഡിന്റെ തന്നെ സഹായില്ലേ അവൻ ചോദിക്കുമ്പോൾ, അവിടെ നമ്മുടെ ഇയാൾ പറയാണ്, എനിക്ക് അവനെ കഴിക്കുമ്പോൾ എനിക്ക് അറിയത്തില്ല എന്താണെന്നോ, പക്ഷേ എനിക്ക് അവരെ തിന്നണം എന്നൊരു തോന്നല്. അങ്ങനെ തന്നെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ സാസ്കിയുടെ ക്ലോണോട് സംസാരിക്കുകയാണ്. ഞാനും വിചാരിക്കുന്നു അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന്, അത് കുറച്ച് ഡിഫറൻ്റ് ആണെന്ന്. എനിക്കും ഇങ്ങനെയുള്ള ഫീലിങ്സ് ഉണ്ട്, എനിക്കും അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എൻ്റെ മനസ്സിൽ ഒരാളുണ്ട്, എനിക്കും തോന്നി തുടങ്ങിയിട്ടുണ്ടെന്ന്. ഉസ്മാക്കി നാറൂട്ടോ അവൻ എന്താണ് ഞാൻ കഴിക്കും എന്നിവിടെ പറയുന്നത് കേട്ട് നമ്മുടെ ഡാഡ് ഞെട്ടി പോകുന്നുണ്ട്. എന്തിനാ ഉസ്മാക്കി നാറൂട്ടോനെ കഴിക്കണം? അത് തന്നെയാണ് നമ്മുടെ ഡിമനും ചോദിക്കുന്നത്. എന്തിനാണ് അവൻ ഉസ്മാക്കി നാറൂട്ടോനെ കഴിക്കേണ്ട ആവശ്യം? കാരണം നമ്മളുടെ സെവൻത് അത്രയും വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരാളാണോ എന്ന് ചോദിച്ചാൽ അവന് കഴിച്ചിട്ട് കിട്ടുന്ന പവറൊന്നും ഇല്ല. എല്ലാം നമ്മുടെ നാറൂട്ടോയുടെ ഓൺ ടാലന്റ് ആണ്. മനസ്സിലായില്ല? അതായത് നമ്മുടെ ചെറുക്കൻ തനിച്ചു കൊണ്ടുവന്ന ടാലന്റ് ആണ്. അല്ലാതെ അവൻ്റെ ഉള്ളിൽ ഇപ്പോൾ 19 ഇല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ജസ്റ്റ് നമ്മുടെ ചെറുക്കന് ഭയങ്കര സ്കിൽഡാണ്, പൊള്ളിയാണെന്ന് വെച്ചാൽ നമ്മുടെ ചെറുക്കൻ്റെ ടാലന്റ് ആണ്. അല്ലാതെ ഇവൻ കഴിച്ചു എന്ന് വെച്ചാൽ ടാലന്റ് ഇവരെ കിട്ടാൻ പോകുന്നില്ല. പിന്നെ അവൻ എന്തിനാണ് അതിനെ കഴിക്കുന്നത്? അവൻ ചെറുക്കനല്ലേ എന്ന രീതിയിൽ ഇവിടെ നമ്മുടെ ഡിമനും ആരുടെയും സംസാരിക്കുന്നുണ്ട്. ഈ കാര്യം ഇയാളെ നമുക്ക് ഇനി അസിസ്റ്റന്റ് എന്ന് വിളിക്കാം. അസിസ്റ്റന്റും പറയുന്നുണ്ട്, അതായത് നീ എന്തിനാ അവനെ കഴിക്കുന്നത്? അവൻ ഒരു തരത്തിലുള്ള ഇതും കൊണ്ടുവരാൻ പോകുന്നില്ല. അപ്പോഴത്തേക്കും ഇവിടെ ഇവൻ പറയാണ്, അതായത് എനിക്ക് തോന്നുന്നു കുറച്ച് വ്യത്യാസം നമ്മൾ കൊണ്ടുവരണമല്ലോ. എല്ലാം ഒരേ ഫ്ലേവറിൽ ഉണ്ടാക്കിയ ബിരിയാണി ആണെങ്കിൽ കൊള്ളാവോ? കുറച്ച് മാറി ഫ്ലേവറിൽ കൊണ്ടുവരണ്ടേ? സോ ഞാൻ വിചാരിക്കുന്നു അവനെ കഴിക്കുന്നത് വെച്ചിട്ട് എൻ്റെ ഉള്ളിലെ ആ ഒരു മനസ്സിനെ എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും, കൂടെ തന്നെ എൻ്റെ ആ ഒരു ആഗ്രഹവും ചെയ്യാൻ പറ്റും. എനിക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് കൊനോഹമാറുനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് അത് നമ്മുടെ മൊട്സുരി പറയാണ്. അതേസമയം എന്തിയാണ് ഇവിടെ ആഡ് എന്നെ ടാർഗറ്റ് ചെയ്യാൻ ആരോ. അപ്പോൾ ഡിമൻ ചോദിക്കുകയാണ്, എന്ത് പറ്റിയ ആഡാണ്? അപ്പോഴത്തേക്കും എന്തിയാണ് എല്ലാവരും ഇങ്ങനെ പല ആൾക്കാരെ പറയുന്നത് കേട്ടിട്ടും എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്നൊന്നും ആടയ്ക്ക് മനസ്സിലാവുന്നില്ല. ആടയ്ക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നം വരാൻ പോവാണെന്ന്. അതേസമയം ഹിഡാരി, അതായത് നമ്മുടെ സാസ്കിയുടെ ആ ഒരു രൂപത്തിൽ വന്നിരിക്കുന്നില്ലേ, അയാൾ പറയാണ്, എനിക്ക് തോന്നുന്നുണ്ട് അതായത് ശരിക്കുള്ള നമ്മുടെ പേഴ്സണാലിറ്റിയിൽ നിന്നും ഇത് കുറേ അധികം വ്യത്യാസമാണോ, ഓപ്പോസിറ്റ് ആണോ, എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ശരിയാണോ തെറ്റാണോ, നമ്മൾ അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വെക്കണം, നമ്മളെ പറ്റി എങ്ങനെ മനസ്സിലാക്കും? ഈ ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ വല്ലാതെ അടുത്തെന്ന് പറയാണ്. അപ്പോഴത്തേക്കും മാസ്റ്ററായിട്ട് നിൽക്കുന്ന ആക്ച്വലി അവരുടെ മാസ്റ്റർ ഒന്നും തീരുമാനിച്ചില്ല. ഇപ്പോൾ മത്സൂരി ആയിക്കോട്ടെ, ഹിഡാരി ആയിക്കോട്ടെ, ഈ നിൽക്കുന്ന മറ്റേ ആളായിക്കോട്ടെ, നമ്മൾ അസിസ്റ്റന്റ് ആയിക്കോട്ടെ, എല്ലാവരും ഒരേ ലെവലിൽ പവറുള്ള ആൾക്കാരായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. എന്നാലും നമ്മൾ മാസ്റ്റർ എന്ന് ഉദ്ദേശം വിളിക്കുന്നതേ ഉള്ളൂ. അവൻ പറയാണ്, ഈ പറഞ്ഞ ചോദ്യം ഭയങ്കര നല്ലതാണ്, പക്ഷേ നീ വളരണമെങ്കിൽ നിന്റെ പേഴ്സണാലിറ്റി
പേഴ്സണാലിറ്റി വളരണം. അതിന് വേണ്ടിയിട്ട് നീ എന്തായാലും ഒട്ടൊക്കെ കഴിച്ചേ പറ്റൂ. അതുമാത്രമല്ല നിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അതും ചെയ്യണം. അത് ചെയ്യാതിരിക്കണമെന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ചെയ്യണം. കാരണം ഇതിനകത്ത് ആരും ഒന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. നീ എന്താണ് ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഹിഡാരി, നിന്റെ ഐഡന്റിറ്റിയെക്കാളും നീ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളുടെ 10 tail എന്ന ടാർഗറ്റിലേക്കാണ്. അതിനെ കൊണ്ടുവരണമെങ്കിൽ ഒരു ഒട്ടോട്സുക്കി ആവശ്യവുമാണെന്ന്. അതേസമയം നമ്മുടെ ആഡേനെ അവിടുത്തെ നമ്മുടെ അസിസ്റ്റന്റ് ടാർഗറ്റ് ചെയ്യാണ്. അപ്പോഴത്തേക്കും ധാര എന്ന രീതിയിൽ നമ്മുടെ അസിസ്റ്റന്റ് ആഡേനെ നോക്കുകയാണ്. അപ്പോൾ ആഡേ ആണെങ്കിൽ അവനെ നോക്കുന്നുണ്ട്. ആഡെ നമ്മൾ വിചാരിക്കുന്നത് പോലെ വിചാരിക്കുകയാണ്. അതായത് സാധാരണയായിട്ട് നോക്കിയപ്പോൾ അയാൾ ശ്രദ്ധിച്ചതല്ല, അല്ലാതെ ഇങ്ങനെ നോക്കിയപ്പോൾ ഈ സൈഡിലേക്ക് നോക്കിയതാണ്. പക്ഷേ ആഡെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതൊരു തെറ്റാണ്. ഇതെന്തായാലും എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ ഇവരെ കഴിക്കുമ്പോൾ അവരുടെ ചക്ര എടുത്ത് അതേ രൂപത്തിലുള്ള ആൾക്കാർ വരാണ് എന്ന് പറഞ്ഞിട്ട് ആഡെ ജ്യൂസൊക്കെ കുടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അസിസ്റ്റന്റ് വന്നിട്ട് പറയുന്നത്, ഏടാ നീയാണ് എൻ്റെ ടാർഗറ്റ്. നീ എത്ര നേരം ഞങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു, ഒന്നും കണ്ടില്ല, ആരും കണ്ടില്ല, ഒക്കൊരു കുട്ടി അങ്ങനെ വിചാരിച്ചോ. ഇനി നീയാണ് എൻ്റെ ടാർഗറ്റ്. എനിക്ക് ടാർഗറ്റ് ഇല്ലായിരുന്നു, ഇപ്പം എനിക്ക് മനസ്സിലായി, നീയാണ് എൻ്റെ ടാർഗറ്റ്. അത് കേട്ട് ആഡെ പോലും ഞെട്ടിപ്പോണ്. ആഡയുടെ റിയാക്ഷൻ കണ്ട് ഡീമൻ പോലും ഞെട്ടിപ്പോണ്. ഡീമൻ പറയണം, ഇവരെ നോക്കുന്നതാണോ നിന്റെ പ്രശ്നം, എനിക്ക് എപ്പോഴും അറിയാതെ വായി നോക്കിയാലാണ് നിന്റെ പ്രശ്നം എന്നത്. അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ചുറ്റും നോക്കുന്നത്. യഥാർത്ഥത്തിൽ ആഡെ ഒരു റെസ്റ്റോറൻറ്റ് ഇരുന്ന് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡീമൻ തൊട്ടടുത്തുണ്ട്. അപ്പോഴത്തേക്കും തന്നെ എല്ലാം വായി നോക്കിക്കൊണ്ട് ആഡയുടെ ഭംഗി കണ്ട് നമ്മുടെ ആടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആഡെ ഷോക്കായി സ്റ്റണ്ണായി നിന്ന് പോവാണ്. കാരണം ആഡയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ അയാൾ ഇത്ര കൃത്യമായിട്ട് ആടെ നിൽക്കുന്ന സ്ഥലത്ത് വന്ന് ട്രേസ് ചെയ്തു. ആക്ച്വലി ആഡ് അവിടെ ടെലിപ്പോർട്ടേഷൻ പോലെ ഇങ്ങനെ അവിടെ പോയി നിന്ന് എല്ലാം കേൾക്കാം. പക്ഷെ അവളുടെ ബോഡി ഇവിടെ ഇരിക്കുക. എന്നാലും അത് ആർക്കും മനസ്സിലാവില്ലായിരുന്നു എന്ന രീതിയിൽ എനിക്ക് ഉച്ചിഹ സറാഡേനെയാണ് വേണ്ടത് എന്ന് ഹിഡാരി പറയാണ്. സ്വന്തം മോളെ തന്നെ കൊല്ലാനുള്ള പ്ലാൻ ഇറങ്ങിയാണ് സാസ്കി എന്നാണ് തോന്നിയിരിക്കുന്നത്. എന്തായാലും ഇതിൽ എന്തോ ഒരു സംഭവം ഉണ്ട്. സംതിങ് നമുക്ക് പോകുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ സാസ്കിനെ തെറ്റിദ്ധരിക്കാതെ. ഇനി നമ്മൾ കാണിക്കുന്നത് അമഡോനെയും സിമുറേനെയാണ്. സയന്റിഫിക് റിസർച്ച് സെന്ററിൽ അവർ രണ്ടുപേരും ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അമഡോ പറയാണ്, ബൊറൂട്ടോ വന്നിട്ട് എന്തായി സിമുറെ? അപ്പോഴത്തേക്കും സിമുറെ പറയണം, പ്രത്യേകിച്ച് ഒന്നും ആയില്ല. പക്ഷേ അപ്പോൾ നമ്മുടെ അമഡോ പറയാണ്, എനിക്ക് തോന്നുന്നു ഹിഡൻ ലീഫിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്, കോഡിന്റെ ആംബിഷനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ബൊറൂട്ടോ വന്നതെന്ന്. അതെ, അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നിയത്. ഹിഡൻ ലീഫ് ഇപ്പോഴും അവനെ ചേസ് ചെയ്യാണ്, ബൊറൂട്ടോ കോഡിനെ ചേസ് ചെയ്യുന്നു എന്നാണ് തോന്നുന്നതെന്ന്. അപ്പോഴത്തേക്കും മുന്നേ അമഡോ പറഞ്ഞത് നമ്മുടെ സിമുറെ ഓർക്കാണ്. അതായത് മുന്നേ ഒരു കൊച്ചിനെ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ യൂസ് ചെയ്തത് കവാക്കിയുടെ തന്നെ കർമ്മയാണ്. അപ്പോഴത്തേക്കും ഇപ്പോൾ നമ്മളുടെ ആ ഒരു അമഡോയുടെ മനസ്സിൽ കവാക്കി എന്ന് ഉദ്ദേശിക്കുന്നത് അന്നത്തെ കവാക്കി ഇന്നത്തെ ബൊറൂട്ടോ ആണല്ലോ. കാരണം ബൊറൂട്ടോയുടെ സ്ഥാനത്ത് കവാക്കി ആയതുകൊണ്ട് ഇപ്പോൾ അമഡോയുടെ കൂടെ റിസർച്ചിന് പണ്ട് നിന്നത് ആരായിരിക്കണം? ബൊറൂട്ടോ ആയിരിക്കണം. മനസ്സിലായില്ലേ? ഇപ്പം നമ്മുടെ കവാക്കി ലീഫ് വില്ലേജ് ഉണ്ടായിരുന്നെങ്കിൽ ബൊറൂട്ടോ ആണല്ലോ പുറത്തുനിന്ന് വന്നത്. അപ്പോൾ പുറത്തുനിന്ന് വരുന്നത് എങ്ങനെയാണ്? ഈ റിസർച്ച് സെന്ററിൽ നിന്ന് രക്ഷപ്പെട്ടല്ലേ വരുന്നത്, കോഡിന്റെ അടുത്ത് നിന്നൊക്കെ. ഓക്കെ, അപ്പോഴത്തേക്കും അന്ന് അവിടെ അമഡോ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് കവാക്കി ആണെങ്കിൽ ഇപ്പോൾ മൈൻഡ് സ്വിച്ച് ആയപ്പോൾ കവാക്കിയുടെ സ്ഥാനത്ത് ബൊറൂട്ടോ അല്ലേ അവിടെ വരുന്നത്. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ബൊറൂട്ടോ ചെയ്തതെല്ലാം കവാക്കി ചെയ്തതായിട്ടും ബൊറൂട്ടോ ചെയ്യേണ്ട സംഭവങ്ങളെല്ലാം കവാക്കി ഇപ്പോൾ ചെയ്യുന്നതായിട്ടും. സിംപ്ലി ഇത്രയേ ഉള്ളൂ. ഇത്ര മനസ്സിലാക്കിയാൽ മതി. പാസ്റ്റിൽ ബൊറൂട്ടോ എന്തൊക്കെ ചെയ്തു അതെല്ലാം കവാക്കി ചെയ്തു, കവാക്കി എന്തൊക്കെ ചെയ്തു അതെല്ലാം ബൊറൂട്ടോ ചെയ്തു. അപ്പം ഹൊക്കാഗിയുടെ മോനാരാ? കവാക്കി. നമ്മുടെ പുറത്തുനിന്ന് വന്നേരാ? ബൊറൂട്ടോ. അപ്പോൾ ബൊറൂട്ടോനെയാണ് എക്സ്പെരിമെന്റ് നടത്തിയേ എന്നാണ് ഒരു നിഗമനം. സോ അതാണ് അമഡോടെ പറയുന്നത്. പക്ഷേ അമഡോ പറയുന്നുണ്ട്, ഇത്ര നാൾ ബൊറൂട്ടോ ഇവിടെ വന്നാലേ ആ ഒരു വെസൽ ആ ഒരു കർമ്മ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചേ. പക്ഷേ അത് കവാക്കിയുടെ കർമ്മയായിട്ട് മാച്ച് ആവുന്നുണ്ടെന്ന്. കവാക്കിയാണ് വെസൽ എന്ന് നമ്മുടെ സിമുറയ്ക്കും സാറാടയ്ക്കും അതുപോലെ തന്നെ ബൊറൂട്ടോയ്ക്കും കവാക്കിക്കും മാത്രമല്ലേ അറിയത്തുള്ളൂ. അമഡോയ്ക്ക് അറിയത്തില്ല. അമഡോടെ മൈൻഡ് സ്വിച്ച് ആയിക്കാണ്. നമ്മുടെ അമഡോയുടെ ഓർമ്മ പ്രകാരം നമ്മുടെ മോളുടെ ദേഹത്ത് വെച്ചിരിക്കുന്നത് ബൊറൂട്ടോയുടെ റീജനറേറ്റിംഗ് കർമ്മയാണ്. പക്ഷേ ബൊറൂട്ടോയുടെ റീജനറേറ്റിംഗ് കർമ്മ ഇഷിക്കി ഓട്ടോസുക്കിയുടെ കർമ്മയല്ല. മനസ്സിലായില്ലേ? നമുക്ക് തന്നെ അറിയാം ഇഷിക്കിയുടെ വെസൽ അല്ല ബൊറൂട്ടോ, മൊമോഷിക്കിയുടെ വെസലാണ് ബൊറൂട്ടോ, ഇഷിക്കിയുടെ വെസൽ കവാക്കിയാണ്. അതുകൊണ്ട് തന്നെ ഇഷിക്കിയുടെ കർമ്മയായിട്ട് ഇത് ബന്ധമില്ലാത്തത് കൊണ്ട് ബൊറൂട്ടോയുടെ കർമ്മയും ഇതുമായിട്ട് മാച്ച് ആവുന്നില്ല, ഇല്ലായിരിക്കും എന്നാണ് ഒരു അമഡോയുടെ പ്രഡിക്ഷൻ. കാരണം അമഡോ ഇതുവരെ ബൊറൂട്ടോനെ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്തിട്ടില്ല. പക്ഷേ കവാക്കിനെ വെച്ച് അമഡോ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുവഴിയിട്ട് അമഡോയ്ക്ക് മനസ്സിലായത് കവാക്കിയുടെ കർമ്മ ഇതുമായിട്ട് മാച്ച് ആവുന്നു. അതായത് കവാക്കിയുടെ കർമ്മയാണ് ഇഷിക്കിയുടെ കർമ്മയെങ്കിൽ കവാക്കിനാണല്ലോ അമഡോ ടെസ്റ്റ് ചെയ്തത്. അമഡോ ടെസ്റ്റ് ചെയ്ത് കവാക്കിനാണെങ്കിൽ കവാക്കി നാറൂട്ടോയുടെ മോനാകുന്നില്ലല്ലോ. അങ്ങനെ അമഡോ എന്താണ് ഒരു വിധത്തിൽ പറയാണ്, എൻ്റെ മൈൻഡ് എവിടെയോ പ്രശ്നമായിട്ടുണ്ട്, എന്തോ പ്രശ്നമുണ്ടെന്ന്. ഇത് കേട്ടിട്ട് നമ്മുടെ സാറാണ് തന്നെ ഞെട്ടിപ്പോകണം. എത്ര ക്ലിയർ ആയിട്ടാണ് ട്രേസ് ചെയ്തെടുത്തത് ഇത് പ്രശ്നമാകുമെന്ന്. എന്താ പ്രശ്നം ഒന്ന് മുമ്പേ പോകുമ്പോൾ നമുക്ക് ഇനിയുള്ള വഴിയുള്ള എപ്പിസോഡിൽ മനസ്സിലാവും. ഈ ഒരു ക്ലിയർ ട്രേസ് ഔട്ട് പേപ്പർ പോലെ അമഡോയ്ക്ക് സംശയം തോന്നിയേക്കുന്ന കാര്യം ഇവിടെ നമ്മളുടെ സായി ശ്രദ്ധിക്കുന്നുണ്ട്. സായി അത് കേൾക്കുന്നുണ്ട്. സായി അത് ഷിക്കമാറിനെ അറിയിക്കുന്നുണ്ട്. അതായത് അമഡോ പറയുന്നത് പ്രകാരം ബൊറൂട്ടോ കവാക്കിയും കവാക്കി ബൊറൂട്ടോ ആയിട്ട് സ്വാപ്പ് ആയിട്ടുണ്ട്, സ്വിച്ച് ആയിട്ടുണ്ട് എന്ന കാര്യമാണ് അമഡോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. ഇതേ കാര്യം സിമുറെ പോയിട്ട് സറാഡയോട് പറയുന്നുണ്ട്. അമഡോ ഇത് കണ്ടുപിടിച്ചു. എന്നാലും അതെങ്ങനെ കണ്ടുപിടിച്ചു? അതിനൊരു വഴിയില്ലല്ലോ. സറാഡ പറയാണ്, അയാൾ ഭയങ്കര ജീനിയസ് ആണ്, അയാൾ കൃത്യമായിട്ട് കണ്ടുപിടിച്ചു. ഇഷിക്കിയുടെ നമ്മളുടെ കവാക്കിക്കാണ് അല്ലെങ്കിൽ കവാക്കിയാണല്ലോ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ ബൊറൂട്ടോനെ വെച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നതാണ് അമഡോയുടെ ഓർമ്മ. പക്ഷേ ബൊറൂട്ടോ ഇപ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ കവാക്കിയുടെ വെച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ കവാക്കിയുടെ മാച്ച് ആവുന്നുണ്ട്. രണ്ടുപേരുടെ ഒന്നിച്ച് മാച്ച് ആവാൻ ഒരു ചാൻസും ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോഴത്തേക്കും ഇതിൽ എന്തോ പ്രശ്നമുണ്ട് എന്നത് വെച്ചിട്ടാണ് അമഡോ ഇത് ഫുൾ ട്രേസ് ഔട്ട് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മളുടെ ആര് പറയാണ്? നമ്മളുടെ സിമുറെ പറയാണ്. അപ്പോഴത്തേക്കും സാറാടെ പറയാണ്, ഇത് ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. എങ്ങനെ അമഡോ വിശ്വസിക്കും? എൻ്റെ അച്ഛൻ പോലും ഞാൻ പറഞ്ഞുകൊണ്ടാണ് വിശ്വസിച്ചേ, അല്ലാതെ വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലാതെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നിട്ടില്ലാവില്ല അവനെന്ന്. അപ്പോഴത്തേക്കും പറയുന്നത്, സാസുകെ ഞാൻ പറയുന്നു സാസുകെ വിശ്വസിച്ചിരുന്നു എന്ന്. അപ്പോഴത്തേക്കും പുറകെ തിരിഞ്ഞു നോക്കുമ്പോൾ പറയുന്നത് വേറെ ആരുമല്ല, നമ്മളുടെ ബൊറൂട്ടോയാണ്. എന്തിനാണ് നമ്മളുടെ സാസുകിനെ സംശയിക്കുന്നത്? അദ്ദേഹം വിശ്വസിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ പണയം വെച്ച് എന്നെ രക്ഷിച്ചു. കാരണം അദ്ദേഹം വിശ്വസിച്ചിരുന്നു ഞാനാണ് ബൊറൂട്ടോ ഉസ്മാക്കി എന്ന്. അപ്പോഴത്തേക്കും നമ്മൾ സറട ഓടിപ്പോയി ബൊറൂട്ടോനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ബൊറൂട്ടോ നീ വന്നപ്പോൾ ഒരുപാട് താമസിച്ചു പോയി, നീ എന്താ ഇത്രയും താമസിച്ച് വന്നേ ബൊറൂട്ടോ? അപ്പോൾ ബൊറൂട്ടോ പറയാണ്, ഇനി ഞാൻ വന്നില്ലേ, ഞാൻ ഈ വില്ലേജിലേക്ക് തിരിച്ചു വന്നില്ലേ എന്ന്. അപ്പോഴത്തേക്കും അവിടെ വെച്ചാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.